ഏവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ഐറ്റം നമ്മൾ ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല ഘടകങ്ങളുണ്ട് അല്ലേ. ഒന്ന് നമുക്ക് നല്ല രുചി ഉണ്ടാവണം, നല്ല മണം ഉണ്ടാവണം അല്ലേ, അതോടൊപ്പം തന്നെ ഹെൽത്തി ആവണം. ഇങ്ങനെ പല ഘടകങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട് ചേരുന്നതാണ് നല്ലൊരു ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു ഫുഡാണ്. ഹെൽത്ത് വൈസ് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഫുഡാണ്. അതോടൊപ്പം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതും നമ്മുടെ വീട്ടിൽ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ക്ലാസ് ലെവലിലുള്ള അടിപൊളി ഒരു എല്ലാവരും കഴിക്കാൻ കൊതിക്കുന്ന അത്രമാത്രം ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് കൂടിയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ, ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തു വിടാൻ അടിപൊളിയാണ്. ഒരു അല്പം പോലും ബാക്കി വെക്കാതെ നമ്മുടെ മക്കള് ടിഫിനിൽ കൊടുത്തു വിട്ടാൽ ഇത് കഴിക്കും. അത്രയധികം ടേസ്റ്റ് ഉള്ള ഈ ഒരു ഭക്ഷണമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡ് എന്ന് പറയുന്ന ഒരു റൈസ് ആണ് കേട്ടോ, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റൈസ് ആണ്. ഒരു റൈസ് മാത്രമല്ല കേട്ടോ കാണിക്കുന്നത്, സ്പെഷ്യൽ ഹെൽത്തി റൈസും ഉണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കോമ്പിനേഷനും കൂടി ഉണ്ട് കേട്ടോ. രണ്ട് റെസിപ്പീസാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ അരിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം അരി ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. നിങ്ങൾക്ക് വൈറ്റ് റൈസോ അങ്ങനെ ഇഷ്ടമുള്ള റൈസ് എടുക്കാം കേട്ടോ. എന്നാലും കൂടുതലും വൈറ്റ് റൈസ് അല്ലെങ്കിൽ ബസുമതി റൈസ് തന്നെയായിരിക്കും ഇതിന് കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അത് വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും നമ്മളിത് കുറച്ച് വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു പിടുത്തം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. നമ്മുടെ അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെളുത്തുള്ളി നമ്മൾ അത് ഇടികല്ലിലേക്ക് ഇട്ടൊന്ന് ചതച്ചു. അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ടു കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സപ്പ് ആവുകയാണ്. അപ്പോൾ ആ ഒരു ഉള്ളിയും ആ ഒരു മുളകും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആവും. അപ്പോൾ അതിനുശേഷം നമ്മളൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ചേരുവകൾ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് നമ്മളത് ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞ് പോകേണ്ട ഒരാവശ്യത്തിന് നമ്മൾ വെന്തു. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് ഒരല്പം ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ലേശം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ കൊണ്ട് അല്പം ഓയിലും കൂടി ഉണ്ട്. അത് രണ്ടും കൂടി ഇട്ടിട്ട് അതിൽ കടുക് ഇട്ട് നമ്മൾ കടുക് പൊട്ടി അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില, അതോടൊപ്പം തന്നെ വറ്റൽമുളക്, നമ്മളുടെ പൊട്ടുകടല, ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടൊന്ന് മൂപ്പിക്കാൻ പോവാണ് കേട്ടോ. ഇതൊന്നും വേണം നിർബന്ധം, ഇപ്പോൾ പൊട്ടുകടലൊന്നും വേണം നിർബന്ധമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്നും നിർബന്ധമല്ല. ഇതിൽ ഏറ്റവും വേണ്ടത് നമ്മളുടെ വെളുത്തുള്ളിയും നമ്മളുടെ മുളക് പൊടിയും ആണ് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മുടെ ഈ വെളുത്തുള്ളിയും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടികളിൽ ഇടിച്ചെടുത്ത സാധനം ചേർക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വെളുത്തുള്ളിയുള്ള ഫ്ലേവറാണ്. അപ്പോൾ വെളുത്തുള്ളി മാക്സിമം നല്ല ക്വാണ്ടിറ്റി ചേർത്ത് അത്രയും നല്ലതായിരിക്കും. കാരണം ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമുക്ക് കഴിക്കാനായിട്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഹെൽത്ത് വൈസ് വെളുത്തുള്ളി ഭയങ്കര നല്ലതുമാണ്. അപ്പോൾ നന്നായിട്ടിത് മൂപ്പിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടിത് നമ്മൾ മൂപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഇതിൻ്റെ വരും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മണമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു ആഗ്രഹം തോന്നും. ഇനി അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളുടെ ഈ റൈസ് കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വൈറ്റ് റൈസോ ബസുമതിയോ ആയിരിക്കും കൂടുതൽ ബെസ്റ്റ് ഓപ്ഷൻ ഇതിൻ്റെ അകത്ത്. നമ്മുടെ സാധാരണ കുത്തരിയൊന്നും അത്ര നല്ലതായിരിക്കില്ല, എന്നാൽ കുഴപ്പമില്ല. ഇനി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ലാസ്റ്റ് നമ്മൾ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തപ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ആ റൈസിൻ്റെ അകത്തേക്ക് ആയിക്കോളും. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുവാണ് കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ്. ഇനി നമുക്ക് വേണ്ട ഇതിനെന്താ, നമുക്ക് രാത്രിയിലൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്കൊരു ഈസി ഒരു കറിയും കൂടെ ഉണ്ടാക്കാം. നമുക്ക് ഇതിനൊരു ടച്ചിങ് പോലെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് മസ്റ്റല്ല, ഇത് വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിന്. അതിനായിട്ട് നമ്മൾ ഈ വഴുതനങ്ങ, നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് വഴുതനയില്ലേ വലുത്, അതാണ് കട്ട് ചെയ്ത് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തു. അത് കട്ട് ചെയ്തെടുത്തതിന് മാറ്റിയതിന് ശേഷം നമ്മളിത് കുറച്ച് ജീരകം നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. ജീരകം അല്പസമയം ഇങ്ങനെ ഇളക്കുമ്പോൾ പൊട്ടി വരും. അപ്പോൾ പൊട്ടുന്ന സമയത്ത് ഒന്നും കൂടി ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. അതായത് പൊടിക്കാൻ പാകത്തിന് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നു. നമ്മളുടെ വഴുതനങ്ങ എല്ലാം നമ്മളിത് കട്ട് ചെയ്ത് റൗണ്ടാക്കി നമ്മളിങ്ങനെ വെച്ചിട്ട് വാഷ് ചെയ്ത വഴുതനയാണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി
ഇത് മൂന്നും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മൂന്നും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ നിരത്തി വെച്ചിരിക്കുന്ന വഴുതനയില്ലേ അതിൻ്റെ മുകളിലേക്ക് നമ്മളിതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് എല്ലാ വഴുതനയും അത് ഈ നിരത്തി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാത്തിലും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരത്തി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ. നമ്മളുടെ ജീരകം പൊടിച്ച് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, അത് ഇതിൽ ചേർത്തിട്ടുമില്ല. ഇനി നമ്മളിത് ജീരകം പൊടിച്ചില്ലായിരുന്നത്, ജീരകം ഇത് ഇങ്ങനെയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്, കുറച്ചല്ലേ ഉള്ളൂ. ഒന്നിൽ നമ്മൾ ഇടികല്ലിൽ വെച്ച് പൊടിക്കുക, അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചതച്ചുകൊണ്ടാണ് അതിൽ വെച്ച് പൊടിക്കുക, അത് ഈ ഒരു പാത്രത്തിൽ വെച്ച് പൊടിക്കുന്നത്. ഇനി നമ്മളുടെ ഒരു ഫ്രൈങ് പാൻ എണ്ണ ഒഴിച്ച് പയ്യെ ഒന്ന് ചൂടാക്കി അത് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വഴുതനങ്ങയിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിടാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വഴുതന ഇങ്ങനെ നിരന്ന് കിടക്കാൻ പാകത്തിനുള്ള വഴുതനങ്ങി നമ്മൾ ഇടാവുള്ളൂ. അതായത് മുകളിൽ വരരുത്, മനസ്സിലായില്ലേ? കല്ലിൽ ഇങ്ങനെ ഇനി വലിയ അപ്പച്ചട്ടി കല്ലില്ലേ അതുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെച്ച് ചെയ്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് ഇതിനെ ജസ്റ്റ് നമ്മൾ നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ഈ വഴുതനങ്ങനെ. അപ്പോൾ വഴുതനങ്ങ ഏകദേശം നന്നായിട്ട് കുക്ക് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ വെച്ച് കുക്ക് ചെയ്യണം. ഇനി നമ്മൾ ഇതിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഒരു പാത്രത്തിലേക്ക്, നമ്മളൊരു സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണോ അതിലേക്ക് നമ്മൾ മാറ്റുക. അപ്പോൾ ബൗൾ വേണ്ട, കുറച്ച് പരന്ന പാത്രമാണ് ഇനിയിപ്പോൾ എപ്പോഴും നല്ലത്. പ്ലേറ്റ് പോലെ, ഡിഷ് പോലെ, എന്തെങ്കിലുമുള്ള ചെറിയ ഡിഷ് പോലത്തെ ഗ്ലാസ് ഡിഷൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും നല്ലത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ തൈരിൻ്റെ അതിന് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് പ്ലെയിൻ കട്ട തൈര് നമ്മൾ ഈ നിരത്തി വെച്ചേക്കണം വഴുതനങ്ങയുടെ മുകളിലേക്ക് ജസ്റ്റ് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ചോറിനൊക്കെ കഴിക്കാനും നല്ലൊരു ഡിഷാണ് കേട്ടോ, ഇതിന് നല്ലൊരു ഫ്ലേവറാണ്. ഇനിയിപ്പോൾ ഇപ്പോഴാണ് കുറച്ച് വഴുതനങ്ങയിൽ ഉപ്പുണ്ട് എങ്കിലും കുറച്ച് ഉപ്പ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഇതിൻ്റെ അകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ജീരകം പൊടിച്ചത്. ഈ ജീരകം പൊടിച്ചതും ഇനി നമ്മളിത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, കണ്ടില്ലേ? ഈ ജീരകം നമ്മൾ ഏറ്റവും ടോപ്പിംഗ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജീരകപ്പൊടി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ജീരകം ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അല്പം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നോർമൽ ഏതെങ്കിലും ഓയിലോ നമുക്ക് ജസ്റ്റ് ഇതിനകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. ഗാർലിക് റൈസ് ആണ് കേട്ടോ ഇത്. ഗാർലിക്കിൻ്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ഒരു ഹെൽത്ത് വൈസ് നല്ലതാണ്. നമുക്ക് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേങ്കിൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് ഗാർലിക് അത്യാവശ്യം നമുക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗുണമാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇത് നമുക്ക് തലേ ദിവസം ചോറ് വേവിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഈസി ആയിട്ട് പിള്ളേർക്ക് നമുക്കിതൊരു ടിഫിനായിട്ട് കൊടുത്തു വിടാനായിട്ട് പറ്റും. ഇനി കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു വഴുതനയുടെ റെസിപ്പി ഒന്നും ഉണ്ടാക്കണമെന്നില്ല, ജസ്റ്റ് കച്ചമ്പറോ അല്ലെങ്കിൽ നമ്മളുടെ സലാഡൊക്കെ ജസ്റ്റോ അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡൊക്കെ ഉണ്ടെങ്കിലും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റൈസും അതിൻ്റെ കൂടെയുള്ള ഈ ഒരു അതിൻ്റെ കോമ്പിനേഷൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.